ഹലോ, ഞങ്ങൾ ഇന്ന് ഡബ്ലിൻ്റെ സബർബായ ടാല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കയറാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഷോപ്പിങ്ങും ഫുഡിങ്ങും ഒക്കെ ആവാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറി. മുകളിലാവുമ്പോൾ കുറച്ചും കൂടി കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാമല്ലോ എന്ന് കരുതി നേരെ മുകളിലേക്ക് വിട്ടു. പിന്നെ എന്നുമുള്ള പോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതാണല്ലോ മെയിൻ, അതില്ലാണ്ട് ഒരു പരിപാടി നടക്കത്തില്ല. ഏകദേശം 1 hour ഉണ്ട് അവിടേക്ക് എത്താനായിട്ട്. വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ പ്രകൃതി രമണീയൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് സമയം അങ്ങ് കളഞ്ഞു. ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഹോസ്പിറ്റലിൻ്റെ ചിൽഡ്രൻ സെക്ഷനിലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ചവിട്ടി കളിക്കുന്ന സാധനം കണ്ടത്. ഞാനും കുഞ്ഞും മാറി മാറി ചവിട്ടി കളിക്കാൻ തുടങ്ങി. എന്നിലുള്ള കുട്ടിയെ ഞാൻ പുറത്തേക്ക് വിട്ടുവെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ ആ കുട്ടീനെ അടക്കി നിർത്താൻ എൻ്റെ ചേച്ചി തന്നെ വേണ്ടി വന്നു. ചേച്ചി അവസാനം ചീത്ത പറയേണ്ടി വന്നു ഞങ്ങളതൊന്ന് അവസാനിപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ ചിൽഡ്രൻ സെക്ഷൻ സെറ്റ് ചെയ്തേക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമായി. ശരിക്കും ഒരു കിൻഡർ ഗാർഡൻ സ്റ്റൈലായിരുന്നു. അവിടെ പിള്ളേരെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് തന്നെ വേറൊരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഇവിടെ വന്ന പിള്ളേരുടെ ആണെന്ന് തോന്നുന്നു കുറച്ച് ഡ്രോയിങ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റിയായിരുന്നു. അവിടെ നിന്ന് നേരെ ടാല സ്ക്വയറിലേക്കാണ് പോയത്. അപ്പോഴാണ് ഡോണറ്റിൻ്റെ ഒരു മഹനീയ ശേഖരം കണ്ടത്. എന്നാൽ പിന്നെ നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. വെറുതെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ മോശമല്ലേ എന്ന് കരുതി ഞങ്ങളൊരു 3 ഡോണറ്റ് ഓർഡർ ചെയ്തു. നമ്മുടെ ദുബായ് ചോക്ലേറ്റ് അല്ലേ വൈറലായിട്ടുള്ള, അതിൻ്റെയാണ് ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഹൈപ്പൊന്നും തോന്നിയില്ല. ചിലപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ കൂടിയതിൻ്റെ ആവാം. അതും കഴിച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് ഈ കട കണ്ടത്. എന്നാൽ പിന്നെ ഐസ്ക്രീം ആവാമെന്ന് വിചാരിച്ചു. ഞാൻ റോഷറാണ് സെലക്ട് ചെയ്തത്. അത് അടിപൊളി ഐസ്ക്രീം ആയിരുന്നു. കുഞ്ഞ് സെലക്ട് ചെയ്തത് ദുബായ് ചോക്ലേറ്റ് ആയിരുന്നു. അത് പക്ഷേ സാധാ ചോക്ലേറ്റ് ഐസ്ക്രീം തന്നെയായിരുന്നു. ഒരു വ്യത്യാസം അതിൽ തോന്നിയതുമില്ല. പിന്നെ 2 ബബിൾ ടീ പറഞ്ഞു. ഒന്ന് സ്ട്രോബെറിയും അതുപോലെ തന്നെ മാംഗോ ആണ് പറഞ്ഞത്. എനിക്കത് അത്ര വലിയ ഇഷ്ടമായൊന്നുമില്ല, കുഴപ്പമില്ല എന്ന് മാത്രം പറയാം. പിന്നെ നേരെ ഡാൻസ് സ്റ്റോറിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ മിറർ കണ്ടു. മിറർ കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ. കുറച്ച് വീഡിയോസൊക്കെ വീണ്ടും എടുത്തു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് 2-3 ടീഷർട്ടൊക്കെ എടുത്തു. അങ്ങനെ കുഞ്ഞിനൊരു ബാഗ് വേണമെന്ന് പറഞ്ഞു, അതും വാങ്ങിച്ച് ഞങ്ങൾ പയ്യെ ഇറങ്ങി. വീണ്ടും ഫുഡിൻ്റെ സ്ഥലത്തേക്ക് തന്നെയാണ് പിന്നെയും പോയത്. നന്ദോസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇതിപ്പോൾ പറഞ്ഞ് ഫുഡിൻ്റെ കാര്യം മാത്രമായി എന്ന് തോന്നുന്നു. എനിവേ പിന്നെ ഞങ്ങൾ കയറിയത് അവിടേക്കായിരുന്നു. ആക്ച്വലി ഷോപ്പിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നതുകൊണ്ടാണ് അത് ഇൻക്ലൂഡ് ആക്കാതിരുന്നത്. ഞങ്ങളൊരു 1-1.5 മണിക്കൂർ ഏകദേശം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചേച്ചി ഇതൊക്കെ വായിച്ച് പഠിച്ച് അതിൽ നിന്ന് എന്തോ ഓർഡറാക്കി. ഞാൻ അത് ശ്രദ്ധിച്ചതേ ഇല്ല. എന്താ വെച്ചാൽ നമുക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത കാരണം. അതിൽ ക്രീമി പാസ്ത ഉണ്ടായിരുന്നു, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ സ്മോക്കി ടേസ്റ്റുള്ള ചിക്കനും ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മുടെ 100 സബ്സ്ക്രൈബേഴ്സ് ആയ കാര്യം. അപ്പോൾ ചിലവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ ഇന്ത്യൻ റുപ്പി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബില്ലൊക്കെ പേ ചെയ്തത് ചേച്ചി തന്നെയാണ്. ആദ്യം നമ്മൾ ഫോർക്കും നൈഫൊക്കെയാണ് യൂസ് ചെയ്തതെങ്കിലും അവസാനമായപ്പോൾ നമ്മൾ നമ്മുടെ നാടൻ പ്രയോഗങ്ങളൊക്കെ യൂസ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പോരാളി ചിലപ്പോൾ വാളും പരിചയം എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ബസ് കയറി പ്രകൃതി രമണിയൊക്കെ വീണ്ടും ആസ്വദിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു.